ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹിറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. കരുവേറ്റ പുത്തൻ ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ BVM ബോട്ട് ക്ലബ്ബ് വൈശംഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ ചെറുതന ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കമ്പ്, മൂന്നാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പൻ വള്ളം ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം, നാലാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 പായിപ്പാട് ബോട്ട് ക്ലബ്ബ്. അങ്ങനെ 4 വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വാശിയേറിയ ഒരു പോരാട്ടമാണ്, ആവേശോജ്വലമായ ഒരു പോരാട്ടം. ആ കാഴ്ച വള്ളങ്ങളെല്ലാം ആദ്യമേ തന്നെ കാഴ്ചവെക്കുകയാണ്. അതിനുള്ള തുടർന്നുള്ള വിവരണം ഹരികുമാർ വാലേത്ത് നൽകും. നന്ദി ജോസഫ് തായങ്കരി. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ രണ്ടാമത്തെ മത്സരം, രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ കരുവാറ്റ പുത്തൻ ചുണ്ടൻ BBM ബോട്ട് ക്ലബ്ബ് വൈശംഭാഗം ഏറെ ജനപങ്കാളിത്തോടെ കരുവാറ്റയിലെ ഗ്രാമജനത സ്വരൂപിച്ച മൂലധനത്തിൽ പിറവികൊണ്ട ഒരു ചുണ്ടൻ വള്ളം, പുതുപുത്തൻ ചുണ്ടൻ വള്ളമാണ് വരാൻ പോകുന്നത്. പഴയ പച്ചച്ചുണ്ടൻ വള്ളമായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ കോവിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ സാബു നാരായണാചാര്യയുടെ നേതൃത്വത്തിൽ 9ാമത്തെ ചുണ്ടന്റെ നിർമ്മിതി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2008 ജൂലൈ 23-ന് നീറ്റിലിറക്കിയ പഴയ വെള്ളം ജീർണതകൾ കാണിച്ചപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് അവർ ഈ തവണ മത്സരിക്കുകയാണ്. പടഹാരം ക്ഷേത്ര ഉത്സവവുമായി ആചാരപരമായി ഏറെ ബന്ധമുള്ള ഒരു വള്ളമാണ് കരുവാറ്റ. ചെറുതന പുത്തൻചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതല്ലല്ലോ ചെറുതനയുടെ ചരിത്രം. 780ഓളം വീട്ടുകാരുടെ മാനസവഞ്ചിയാണ് ഈ അഴകിന്റെ രാജകുമാരൻ. ചരിത്രപഥങ്ങളിൽ തിളക്കമേറെയുള്ള ഒരു വള്ളം. 1960 മാരമണ്ടയിൽ നിന്നും പള്ളിയോടം വാങ്ങി കരക്കാർ കരയുടെ പേര് ചൊല്ലി ചെറുതന പുത്തൻ ചുണ്ടനാക്കി അന്നത്തെ കാലത്ത്. പക്ഷേ 1986 പുതിയ വള്ളം നിർമ്മിച്ചതോടെ പഴയ ചെറുതന വള്ളമായി മാറി അത് ആലപ്പാട് ചുണ്ടനായി പിന്നീട് അറിയപ്പെട്ടു തുടങ്ങി. 2004 നെഹ്റു ട്രോഫി നേടിയ 9 തവണ 2ാം സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയ വള്ളമാണ് പുതിയ ചെറുതന ചുണ്ടന് വേണ്ടി വഴിമാറിയത്. 2021 ആഗസ്റ്റ് 21-ാം തീയതി പുതിയ ചെറുതന ചുണ്ടൻ നീരണിഞ്ഞപ്പോൾ മുൻഗാമി ചമ്പക്കുളം 2 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് വള്ളങ്ങളുടെ ഒരു ചരിത്രം. പഴയ വള്ളങ്ങളാകുമ്പോൾ അവർ വീണ്ടും പുനർനാമകരണം ചെയ്ത് വേറെ വള്ളങ്ങളായി മാറും. 2012 രൂപം കൊണ്ട തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ്, TBC ആണ് ചെറുതന ചുണ്ടനുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. നടുവിലെ പറമ്പൻ ചടുലമായ തുഴച്ചിൽ പരമ്പരകൾ കണ്ട പരിശീലന ജലബദ്ധമായ മുത്തേരിമടയിൽ നിന്ന് അരയും തലയും മുറുക്കി എത്തുന്ന ചുണ്ടനാണ് നടുവിലെ പറമ്പൻ. ഉമാമഹേശ്വരൻ ആശാരി എന്ന നിർമ്മിച്ച ഇല്ലിക്കളം ചുണ്ടൻ വ്യക്തിഗത ഉടമസ്ഥതയിൽ മാറിയപ്പോൾ വീണ്ടും ഈ ജലമത്സരങ്ങളിലെ പങ്കായക്കാരനായ ജിഫി നടുവിലെ പറമ്പൻ സ്വന്തമാക്കിയ വള്ളമാണ് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകമാണ് ഇതിൻ്റെ നയിച്ചു കൊണ്ടുവരുന്നത്. പായിപ്പാടൻ 2 ചുണ്ടൻ വള്ളം മാനസവഞ്ചിയായി കണ്ട കരക്കാരാണ് പായിപ്പാട്ടുള്ളത്. ഉമാമഹേശ്വരൻ ആചാര്യയെ കൊണ്ട് പുത്തൻ ചുണ്ടൻ പണിയിച്ച് നീറ്റിലിറക്കി. 2005, 2006, 2007 വർഷങ്ങളിലെ ഹാട്രിക് ചരിത്രം ഈ ചുണ്ടന്റെ കീർത്തിമുദ്രയായി നിലകൊള്ളുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കീർത്തിയിൽ പായിപ്പാടൻ കിരീടമണിഞ്ഞ് നിലകൊള്ളിയ 2019 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മത്സരത്തിനെത്തിച്ച പായിപ്പാടൻ വെള്ളിക്കപ്പിൽ മുത്തമിട്ടു. അങ്ങനെ കരുവാറ്റ പുത്തൻ ചുണ്ടനും ചെറുതനയും നടുവിലെ പറമ്പനും പായിപ്പാടനും ചേർന്ന് ഒരു വാശിയേറിയ മത്സരമാണ്. കനത്ത മഴ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നെട്ടയത്തിൽ നിന്ന് തെക്കോട്ടേക്കുള്ള ഒരു പടയോട്ടത്തിൽ 1ാമത്തെ ട്രാക്കിൽ കരുവാറ്റ പുത്തൻ ചുണ്ടനും, 2ാമത്തെ ട്രാക്കിൽ ചെറുതനയും, 3ാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പനും, 4ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 തുഴഞ്ഞു വരികയാണ്. കരുവാറ്റയെ നയിക്കുന്നത് BBM ബോട്ട് ക്ലബ്ബ് ഹന്ന അലു ബി കാരിച്ചാൽ ക്യാപ്റ്റനായുള്ള ബോട്ട് ക്ലബ്ബാണ്. ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ഇലു പാലത്തറ, ബാബുക്കുട്ടൻ കറുകയിൽ എന്നിവരാണ്. നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം, അവരുടെ ക്യാപ്റ്റൻ എബ്രഹാം ഫെലിക്സ് ആണ്. പായിപ്പാടൻ നമ്പർ 2 പായിപ്പാട് ബോട്ട് ക്ലബ്ബ് തന്നെയാണ് നയിക്കുന്നത്. അബ്ദുൾ ജബ്ബാറാണ് അവരുടെ ക്യാപ്റ്റൻ. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ 1, 2, 3, 4 ക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറുതനയെ പിന്നിലാക്കിക്കൊണ്ട് ചെറുതന പുത്തൻ ചുണ്ടനാണ് മുമ്പിൽ എന്ന് തോന്നുന്നു. പക്ഷെ അവയെ ഒക്കെക്കാൾ മുമ്പിലേക്ക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഒരല്പം കൂടി വ്യക്തത നേടേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം അവരുടെ അണിയങ്ങൾ തമ്മിൽ വ്യക്തമായ ഒരു മുന്നേറ്റം ഈ 4ാമത്തെ ട്രാക്കിലൂടെ നടുവിലെ പറമ്പൻ വള്ളം ഒരു വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. നടുവിലെ പറമ്പനും ചെറുതനയും തമ്മിൽ ഒരു വ്യക്തമായ മത്സരം കാണാൻ കഴിയുന്നു. ഇപ്പോൾ നടുവിലെ പറമ്പൻ 3ാമത്തെ ട്രാക്കിലൂടെ വരുന്ന നടുവിലെ പറമ്പൻ 18ാം നമ്പർ വള്ളം ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം നയിക്കുന്ന നടുവിലെ പറമ്പനാണ് ഈ 2ാമത്തെ ഹീറ്റ്സിൽ ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സിൽ 71ാമത് ചുണ്ടൻ വള്ളങ്ങളുടെ നെഹ്റു ട്രോഫി ജലമേളയിൽ 2ാമത്തെ ഹീറ്റ്സിൽ 18ാം നമ്പർ നടുവിലെ പറമ്പൻ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ചെറുതനയുണ്ട്. നമ്പർ 5-ൽ നമ്പർ 5 അണിഞ്ഞ 2ാമത്തെ ട്രാക്കിലൂടെ വരുന്ന ചെറുതന 2ാമതായി അവിടെ ഫിനിഷിംഗ് പോയിന്റിനെ പിന്നിട്ടിരിക്കുന്നു. ഇനി 2 പേരെ കാണാനുണ്ട്. കരുവാറ്റ പുത്തൻ ചുണ്ടനും പായിപ്പാടനും എവിടെ എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ കാണുന്നത് റീപ്ലേ ആണ്. നടുവിലെ പറമ്പനും ചെറുതനയും തമ്മിലുള്ള മുന്നേറ്റത്തിന്റെ ഒരു റീപ്ലേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായ
ഒരു മുന്നേറ്റം തന്നെയാണ്. ഇവിടെ ഒരു തർക്കവും ഉണ്ടാകാനിടയില്ല. ഏതാണ്ട് തുഴപ്പാടുകൾക്ക് പിന്നിലേക്ക് ചെറുതനെ പിന്നിലേക്കാക്കിക്കൊണ്ട് നടുവിലെ പറമ്പൻ മുന്നേറുന്ന ദൃശ്യമാണ്. ഒരു തർക്കവുമില്ല. ഇവിടെ വ്യക്തമായ അക്ഷസ്ഫടികമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. ഒരു ആകാശ ദൃശ്യം നമ്മൾ കാണുന്നു. ഇവിടെ പിന്നാലെ വരുന്ന കരുവാറ്റ പുത്തൻ ചുണ്ടനും പായിപ്പാടൻ ചുണ്ടനും അക്ഷരാർത്ഥത്തിൽ വള്ളപ്പാടിന് പിന്നാലെ വരുന്നു. ഒരു വള്ളത്തേക്കാൾ ഒരു വള്ളത്തോളം അകലം പിന്നിലാണെങ്കിൽ അവിടെ വള്ളപ്പാടെന്ന് പറയും, ഒരു തുഴപ്പാടാണെങ്കിൽ തുഴപ്പാടെന്ന് പറയും. ഇഞ്ചോടിഞ്ചെന്ന് പറയുമ്പോൾ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ മുട്ടിമുട്ടി അല്ലെങ്കിൽ അണിയങ്ങൾ തമ്മിൽ തുല്യമായി വരുന്നതിന് ആ രീതിയിൽ പറയും. ഇവിടെ തുഴപ്പാടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പതിയെ അലസ ഗമനമായി അവർ തുഴഞ്ഞു വരികയാണ്. രണ്ടാമത്തെ ഹീറ്റ്സിൽ കരുവാറ്റ പുത്തൻചുണ്ടനും പായിപ്പാടനും തങ്ങളുടെ ഊഴം തുഴഞ്ഞ് തീർക്കേണ്ടതുകൊണ്ട്, ഈ ട്രാക്ക് പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് അവർ സമയമെടുത്ത് വളരെ ആയാസരഹിതമായ ഒരു തുഴച്ചിൽ, ഒരു പങ്കാളിത്തത്തിൻ്റെ തുഴച്ചിലാണ്. വളരെ ലളിതമായി ഒരു നിശ്ചിതമായ രീതിയിൽ അത്ര തിരക്കൊന്നുമില്ല, അങ്ങ് എത്തിയാൽ മതിയല്ലോ എന്നുള്ള ഒരു രീതി പോലെ തോന്നുന്നു. വളരെ വാശിയോടുകൂടി ചെറുതനെയും നടുവിലെ പറമ്പനും ഈ 1150 മീറ്റർ ട്രാക്കിനെ പിന്നിട്ടപ്പോൾ അല്പം ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ ലളിതമായ രീതിയിൽ ഒരു മിനിറ്റിൽ ഒരു 40, 30, 35 ഒക്കെ തുഴ വീണാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അലസഗമനമാണ് നമുക്കിപ്പോൾ കാണുന്നത്. എന്താണെന്നറിയില്ല, ചെറുതനെയും നടുവിലെ പറമ്പനും മുമ്പിൽ പോയിട്ട് വളരെയേറെ നേരമായി. അവരങ്ങ് എന്നിട്ട് പോലും ഇവരവിടെ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് പായിപ്പാടൻ നമ്പർ 2 പായിപ്പാടൻ നമ്പർ 2 17 നമ്പർ വള്ളമാണ്. ആ 17 നമ്പർ വള്ളം ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ 3ാമതായി ഫിനിഷ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ 1ാമത്തെ ട്രാക്കിലൂടെ വരുന്ന കരുവാറ്റ പുത്തൻ ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. 3ാമത്തെ ഹീറ്റ്സിന് വേണ്ടി വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുങ്ങുകയാണ്.